എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് എന്തത് അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് ഐ ഡോണ്ട് നോ ഐ കനോട്ട് സേ എനിത്തിങ് അബൌട്ട് ഇറ്റ്. അവിടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടായിരുന്നു. ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്തിട്ട് അത് എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ നോക്കി, അത് നടന്നില്ല. അപ്പം പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്ന ചെയ്യുന്നത് ഇതല്ല. അത് തീർച്ചയായിട്ടും അതിനെല്ലാം ഈ ചോദിച്ച പോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ വരും. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നമ്മുടെ സംശയങ്ങളാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഓക്കെ. അല്ല, അതിപ്പോ നമ്മൾ എന്ത് പറയാം, ഞാൻ എന്ത് പറയാൻ അതിനെപ്പറ്റി. അവിടെ ഒരു സർക്യൂട്ട് ഉണ്ടായി, ഇതുണ്ടായി, അങ്ങനെ എവിടെയോ തീർച്ചയായും നമുക്കറിഞ്ഞുകൂടാ. അലാറം പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരു വലിയ ബിൽഡിംഗ് ആണ്, ഇവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്നു. താഴെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനുണ്ട്, താഴത്തെ മുറിയിൽ തീ പിടിക്കുന്നു, അയാൾ അവിടെ താമസിക്കുന്നു. സ്വാഭാവികമായിട്ടും അയാളുടെ അലർട്ട്നെസ് അവിടെ ഉണ്ടാകേണ്ടതല്ലേ? അയാൾ ആ ബിൽഡിങ്ങിലുള്ള ആളുകളെ അറിയിക്കാനോ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായാൽ ഇതൊരു ഹോട്ടലല്ലേ, ഹോട്ടലിൽ തീർച്ചയായിട്ടും കാണും. ബിൽഡിങ്ങില് അവിടെ ഒരു വാച്ച്മാൻ, ഒരു സെക്യൂരിറ്റി ഒരു തന്നെ നമ്മൾ വെച്ചിട്ടുള്ളൂ. നമ്മള് കൂടുതൽ ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബിയോണ്ട് മൈ നോളജ്. അത് മിസ്ഗൈഡ് ചെയ്യും. അത് അങ്ങനത്തെ അല്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യം ഇത് നമ്മളുടെ റിപ്പോർട്ട് കണ്ടിട്ട്, അവിടുത്തെ റിപ്പോർട്ട് കണ്ടിട്ട് ദിസ് ഈസ് വാട്ട് ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് ദ ഇലക്ട്രിക്കൽ ഇത് അത്ര അറിയത്തുള്ളൂ. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ ഫീൽ ഓഫ് ചെയ്യുന്നത് ശരിയല്ലത്. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് തീർച്ചയായിട്ടും അതിനെപ്പറ്റി നമ്മൾ അറിയുകയോ ചെയ്യാം. ഇല്ലില്ല, ഞങ്ങളുടെ കമ്പനിയുമായിട്ടല്ലയോ ഇടപെടുന്നത്. യെസ്. അല്ല, അത് തീർച്ചയായിട്ടും പോകണമല്ലോ. തീർച്ചയായിട്ടും പോകും. അതിൻ്റെ അകത്ത് നമ്മളൊന്നും തെറ്റ് ചെയ്തിട്ടില്ല. ഓണർ എന്ന് പറയുന്നത് ഞാനാ. തീർച്ചയായിട്ടും പോകും. ഐ ആം നോട്ട് എസ്കേപ്പിംഗ് ഫ്രം ദാറ്റ്. നോ, ഐ വിൽ നോട്ട്, ബിക്കോസ് ഐ ഡിഡ് മേക്ക് എനി മിസ്റ്റേക്ക്. ഇവിടുത്തെ ഒരു ന്യൂസ് കണ്ടു, ഞാൻ പോയിട്ട് പാത്തിരിക്കുന്നെന്ന് ഹോസ്പിറ്റലിൽ. എനിക്ക് എന്റെ വീട് അവിടെ ഉണ്ടല്ലോ, എനിക്ക് അതിന്റെ അപ്പുറത്ത് തൊട്ടടുത്താ വീട്, എന്റെ വീട്ടിൽ ഇരിക്കരുത്. ഐ വാസ് സോ ഡിപ്രസ്ഡ്. ഞാൻ വിചാരിച്ചു തല പൊട്ടിപ്പോകാൻ പോകുന്നല്ലോ, ഇത് എന്റെ അതിന് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഞാൻ അവിടെ പോയി പാത്തിരിക്കാന്ന്. ആൻഡ് ഹി സെഡ് ഐ വാസ് എസ്കേപ്പ് ഫ്രം ദെയർ ആഫ്റ്റർ 2 hours. They don't feel any shame to say this. They are also Malayalis, no? I am giving job for how many people? They are my family people, and he want to poke me. It's not correct. This is not correct. See, you came here 3 days before the election. കൃത്യമായിട്ട് പറഞ്ഞാൽ എന്താ? You came here 3 days before the accident to attend the marriage here. Yes. 3 days, അല്ലേ? 7ാം തീയതി രാവിലത്തെ ഫ്ലൈറ്റ് വന്നു. 9ാം തീയതി കല്യാണം ഉണ്ടായിരുന്നു, അളിയന്റെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നു. 9ാം തീയതി ഈ അളിയന്റെ മകളുടെ കല്യാണം അറ്റൻഡ് ചെയ്തു. 12ാം തീയതി ഗവർണറുടെ ഫംഗ്ഷൻ ഒരു ഗവർണറുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതും അറ്റൻഡ്. അപ്പോഴാണ് അതും ഈ പറയുന്ന പോലെ നമ്മുടെ പിള്ളേർക്ക് ഇതായിട്ട് പഠിപ്പിക്കാനായിട്ടുള്ള എന്തുവാ IAS കോഴ്സ് ട്രെയിനിങ് ഫ്രീ ആയിട്ട് കൊടുക്കുക, അവരുടെ ഇത് സ്കിൽ ഡെവലപ്മെന്റ് അങ്ങനത്തെ ഉള്ളത് ഞങ്ങളുടെ ബിൽഡിങ്ങിൽ, എനിക്കവിടെ ബിൽഡിംഗ് ഉണ്ട്, അത് ഫ്രീ ആയിട്ട് ഞാൻ കൊടുത്തിട്ട് ഐ ആം ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്. ദേ ആർ അവർ പീപ്പിൾ. When I can support or help my people, I have to do. That is my obligation. അങ്ങനെയാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. Okay, thank you very much. Thanks. Okay, thank you.
കുവൈറ്റ് അപകടത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല. പക്ഷേ തങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല അപകടമുണ്ടായിട്ടുള്ളത്. ഒരു തരത്തിലുമുള്ള പാളിച്ചയുണ്ടായിട്ടില്ല, പിഴവുകൾ സംഭവിച്ചിട്ടില്ല എന്നതാണ് NBTC മാനേജിംഗ് ഡയറക്ടറുടെ വിശദീകരണം. കെട്ടിടത്തിൽ എമർജൻസി ഡോറുകൾ ഉണ്ടായിരുന്നില്ല, 2 സ്റ്റെയറുകളാണ് ഉണ്ടായത്. പുക പടർന്നതുകൊണ്ട് പലർക്കും പക്ഷേ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുന്നില്ല. ഇതിൽ ഒരു അന്വേഷണത്തിലൂടെ എല്ലാം പുറത്തു വരട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതിൽ ദുരൂഹതയൊന്നുമില്ല എന്നത് പറയുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് തന്നെ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. വിളിച്ചാൽ കുവൈറ്റിലേക്ക് പോകും. ഒരു കാരണവശാലും അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു.